നമസ്കാരം. തെറ്റിദ്ധരിക്കാത്തവരോ തെറ്റിദ്ധരിക്കപ്പെടാത്തവരോ ആയി ആരും ഉണ്ടാകാനിടയില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ കഥ കേൾക്കാം. എൻ്റെ ഒരു പരിചയക്കാരൻ, തൽക്കാലം നമുക്ക് അദ്ദേഹത്തെ രാജേഷ് എന്ന് വിളിക്കാം. രാജേഷിന് ഒരുപാട് വരുമാനമൊന്നുമില്ലെങ്കിലും ഉള്ളതിൻ്റെ ഒരു ഓഹരി കഷ്ടപ്പെടുന്ന തൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്ന നല്ല മനസ്സുള്ളവനായിരുന്നു രാജേഷ്. അങ്ങനെ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സുഹൃത്തിന് എല്ലാ ആഴ്ചയും അദ്ദേഹം 100 രൂപ വീതം നൽകുമായിരുന്നു. അങ്ങനെ തൻ്റെ ഈ ആഴ്ചത്തെ 100 രൂപ വാങ്ങുവാനായിട്ട് ഈ സുഹൃത്ത് രാജേഷിനെ കാണുവാൻ വേണ്ടി വന്നപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഈ സുഹൃത്തിനെ ശ്രദ്ധിക്കാതെ രാജേഷ് ദ്രുതഗതിയിൽ നടന്നുപോയി. അത് സുഹൃത്തിനെ ഒരുപാട് വേദനിപ്പിച്ചു. എന്തായിരിക്കാം രാജേഷ് ഇങ്ങനെ തന്നെ ശ്രദ്ധിക്കാതെ നടന്നു പോയത് എന്നായി അദ്ദേഹത്തിൻ്റെ ചിന്ത. അങ്ങനെ രാജേഷ് അറിയാതെ ഈ സുഹൃത്ത് രാജേഷിനെ പിന്തുടർന്നപ്പോൾ രാജേഷ് തൊട്ടടുത്ത ബാങ്കിൽ കയറുന്നതും എന്തൊക്കെയോ ഇടപാടുകൾ നടത്തുന്നതുമായി ഇദ്ദേഹം ശ്രദ്ധിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്, കഴിഞ്ഞ ആഴ്ച തൻ്റെ 100 രൂപ വാങ്ങുവാനായിട്ട് രാജേഷിനെ സമീപിച്ചപ്പോൾ ഒരു ലോട്ടറിക്കാരനടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ആഴ്ച നറുക്കെടുക്കുന്ന ഒരു ലോട്ടറി രാജേഷ് അന്ന് എടുത്തിരുന്നു. അപ്പോൾ വരുമാനം അധികമില്ലാത്ത രാജേഷ് ഇപ്പോൾ ബാങ്കിൽ പോകണമെങ്കിൽ, പ്രത്യേകിച്ച് എന്നെ ശ്രദ്ധിക്കാതെ കടന്നു പോകണമെങ്കിൽ ആ ലോട്ടറി അദ്ദേഹത്തിന് അടിച്ചിട്ടുണ്ടാകാം. അതിൻ്റെ തുക ബാങ്കിൽ നിക്ഷേപിക്കാനായിരിക്കാം അദ്ദേഹം പോയിട്ടുള്ളത്. ഇങ്ങനെ പോയി ഊഹാപോഹങ്ങൾ, തൻ്റെ ഈ അനുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് അദ്ദേഹം പറഞ്ഞപ്പോൾ സാഹചര്യത്തിൻ്റെ തെളിവുകളെയെല്ലാം പരിഗണിച്ചുകൊണ്ട് അവരും അദ്ദേഹത്തെ പിന്തുണച്ചു. ശരിയാവാം. അപ്പോൾ ഈ ചിന്താഗതിയിലൂടെ ഈ സുഹൃത്ത് സഞ്ചരിക്കുമ്പോൾ യാഥാർത്ഥ്യം എന്തായിരുന്നു? തൻ്റെ പ്രിയപ്പെട്ട അച്ഛന് തലേ രാത്രിയിൽ ഹൃദയസ്തംഭനമുണ്ടായി ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന രാജേഷ് രാവിലെ നടത്തേണ്ട ബൈപ്പാസ് സർജറിക്കുള്ള പണം സമാഹരിക്കുവാനായിട്ട് തൻ്റെ വീടിൻ്റെ ആധാരവും വീട്ടിലുള്ള ആഭരണവും കൊണ്ടുവന്ന് ബാങ്കിൽ കൊടുത്ത് എത്ര രൂപ കിട്ടും എന്ന് അന്വേഷിക്കുവാനും ആ രൂപ കളക്ട് ചെയ്ത് എത്രയും വേഗം ആശുപത്രിയിലെത്തി ആ പിതാവിൻ്റെ ജീവൻ രക്ഷിക്കുവാനുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ഈ വിധം തെറ്റിദ്ധരിച്ച് നല്ലൊരു ബന്ധത്തെ നശിപ്പിച്ച സുഹൃത്തിൻ്റെ തെറ്റിദ്ധാരണയെപ്പറ്റി നിങ്ങൾക്കെന്ത് തോന്നുന്നു? നന്ദി, നമസ്കാരം.